ഞാൻ നഹ്മ ബഷീർ, ക്രാഫ്റ്റ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ഓർക്കാൻ ഇഷ്ടപ്പെടുന്നതും വളരെ സന്തോഷം തരുന്നതും രസകരമായിട്ടുള്ളൊരു ഒരു കാലഘട്ടമാണല്ലേ കുട്ടിക്കാലം എന്നുള്ളത്. അതായത് ചൈൽഡ്ഹുഡ് സ്റ്റേജിനകത്ത് ഒരു കുട്ടി എക്സ്പീരിയൻസ് ചെയ്യുന്നതും അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഉണ്ടാകുന്ന പല മെമ്മറീസും അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റും ബിഹേവിയറലായിട്ടുള്ള മോഡിഫിക്കേഷനും ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്നാണ് ആ കുട്ടി എക്സ്പീരിയൻസ് ചെയ്യുന്ന പാരൻറ്റിങ് എന്നുള്ളത്. അതായത് അവരുടെ പ്രൈമറി ഗിവേഴ്സ് ആയിട്ടുള്ള അവരുടെ പാരൻസിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ലവ് ആൻഡ് കെയർ, ഇമോഷണൽ ബോണ്ട്, ഇതൊക്കെ തന്നെ ആ കുട്ടീൻ്റെ പിന്നീട് ഉണ്ടാകുന്ന പല റിലേഷൻഷിപ്പിനകത്ത് നല്ല രീതിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പല രീതിയിലുള്ള അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽസ് എന്തൊക്കെയാണെന്നുള്ളതും ഈ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽസിൽ എങ്ങനെയൊക്കെയാണ് പല റിലേഷൻഷിപ്പിൽ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. ജനറലി 4 രീതിയിലുള്ള അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽസാണ് കണ്ടുവരാറുള്ളത്. അതിലൊന്നാമത്തെയാണ് സെക്യൂർ അറ്റാച്ച്മെൻറ്റ്. ഒരു സെക്യൂർ അറ്റാച്ച്മെൻ്റ് ആയിട്ടുള്ള ഒരാളെന്നുള്ള രീതിക്ക് ആൾക്ക് ആളുടെ പാർട്ട്ണറുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിക്ക് ഒരു ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് അവരുടെ ഇടയിലുള്ള റിലേഷൻഷിപ്പ് നല്ലൊരു ഹെൽത്തി റിലേഷൻഷിപ്പായിട്ട് കൊണ്ടുപോകാനായിട്ട് അതിനെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ളൊരു കഴിവുണ്ടാവും. ഇത്തരക്കാർ എപ്പോഴും ഇഫക്റ്റീവായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ നല്ലൊരു റിലേഷൻഷിപ്പ് ഹോൾഡ് ചെയ്ത് പോകാനുള്ള ഒരു കഴിവ്, അതുപോലെ തന്നെ അവരുടെ ഇമോഷൻസിനെ നല്ല രീതിക്ക് എക്സ്പ്രസ് ചെയ്യാൻ ഒക്കെ സെക്യൂർ അറ്റാച്ച്മെൻ്റ് ഉള്ള ആളുകൾക്ക് കഴിയും എന്നുള്ളതാണ്. സെക്യൂർ അറ്റാച്ച്മെൻ്റ് ഉള്ള ആളുകൾ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് അവരുടെ നീഡ്സ് ആൻഡ് ഇമോഷൻസ് എന്താണ് എന്നുള്ളത് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതിൽ നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു വേ അവർ ബിൽഡ് ചെയ്ത് തുടങ്ങാനായിട്ട് അവർക്ക് പറ്റാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരക്കാർ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് അവരുടെ നീഡ്സ് എന്താണ്, അവരുടെ ഇമോഷൻസ് എന്താണെന്നത് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. ഇത്തരക്കാരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പ്രോപ്പറായിട്ട് അവരുടെ ഒരു ഇൻഡിപെൻഡൻറ്റ് ലൈഫും അവരുടെ ഇൻറ്റിമസി ലൈഫും ഈ 2 കണ്ടീഷൻസും അവർക്ക് പ്രോപ്പറായിട്ട് ബാലൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതായത് 2 രീതിയിലും ആ ഒരു ക്ലോസ്നെസ്സിലും ആ ഒരു ഇൻഡിപെൻഡൻസിയിലും അവർ കംഫർട്ടബിൾ ആണെന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രത്യേകത. ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടും അതുപോലെ തന്നെ അവർ കംഫർട്ടബിൾ ആണ് എന്നുള്ളത് കൊണ്ടും ഇവർക്കിടയിൽ ഒരു ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് എന്നുള്ള ആ ഒരു ഡിസ്റ്റൻ്റ് ആയിട്ട് മൂവ് ചെയ്യേണ്ടി വരിക അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കേണ്ടി വരിക എന്നുള്ളത് അവർക്കൊരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാവില്ല. നല്ല രീതിക്കൊരു ഗുഡ് ബൗണ്ടറി സെറ്റ് ചെയ്യാനും ഇത്തരക്കാർക്ക് കഴിയും. അതായത് അവരുടെ പേഴ്സണൽ ലൈഫ് വേറെ, അവരുടെ ഇൻറ്റിമസി ലൈഫ് വേറെ എന്നുള്ള രീതിക്ക് നല്ലൊരു ബൗണ്ടറി സെറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് ഇവർക്ക് ഉണ്ടാവും. രണ്ടാമത്തേതാണ് ആങ്ഷ്യസ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ. ആങ്ഷ്യസ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലായിട്ടുള്ള ഒരാളെന്നുള്ള രീതിക്ക് ആ ആൾക്ക് ആളുടെ പാർട്ട്ണറുമായിട്ട് എപ്പോഴും ആങ്ഷ്യസ് ആയിരിക്കും. അതായത് ആ ആളുടെ പാർട്ട്ണർ ആളെ റിജക്റ്റ് ചെയ്തിട്ട് പോവോ, അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പിൽ അവരൊട്ടും സേഫായിട്ട് അവർക്ക് ഫീൽ ചെയ്യാറില്ല. ഈ ഒരു കാരണത്താൽ അവരെപ്പോഴും അവരുടെ പാർട്ട്ണറിനെ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് കാണാറുണ്ട്. എല്ലാ കാര്യത്തിനും ഇങ്ങനെ ക്ലിങ്ങി ആയിട്ട് ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ട് കാണാറുണ്ട്. അതായത് ഇവരെപ്പോഴും കോൺസ്റ്റൻ്റ്ലി എപ്പോഴും വാലിഡേഷൻ ചോദിച്ചിട്ടും അതുപോലെ തന്നെ റീഅഷുറൻസ്, അതായത് പാർട്ട്ണറിൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻ ചെയ്യുക, റീഅഷുറൻസിന് വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻസ് എപ്പോഴും കണ്ടുവരാറ്. ഫോർ എക്സാമ്പിൾ, എന്നെ ഇഷ്ടമാണോ, എൻ്റെ കൂടെ ഉണ്ടാവില്ലേ എന്നുള്ള രീതിക്കുള്ള ക്വസ്റ്റ്യൻസ് ഇടയ്ക്കിടയ്ക്ക് അവരുടെ പാർട്ട്ണർക്ക് അറൈസ് ചെയ്ത് വരാറുണ്ട്. ഇത്തരക്കാരുടെ ഒരു ഇന്നർ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഒരു ഇൻറ്റൻസീവ് ആയിട്ടുള്ളൊരു ഫിയറാണ്. അതായത് ഒറ്റപ്പെട്ടു പോകുമോ എന്നുള്ള ഒരു ഇൻറ്റൻസ് ഫിയർ ഓഫ് അബൻഡൻമെൻ്റ് ആണ്. അതായത് ഒറ്റപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഇൻറ്റൻസ് ഫിയറാണ് ഇത്തരക്കാരുടെ ഉള്ളിൽ ഉണ്ടാവാറുള്ളത്. ഈ ഒരു ഇന്നർ കോൺഫ്ലിക്റ്റ് അവരുടെ ഉള്ളിലുള്ളതുകൊണ്ട് തന്നെ അവർക്ക് എപ്പോഴും അവരുടെ റിലേഷൻഷിപ്പിനകത്തൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുകയും അതുപോലെ തന്നെ നല്ല രീതിക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാവാനുള്ള ചാൻസസും കണ്ടുവരാറുണ്ട്. ഇത്തരക്കാരെ കൂടെ ഒരു റിലേഷൻഷിപ്പ് പ്രോപ്പറായിട്ട് ബിൽഡ് ചെയ്ത് പോവുക എന്നുള്ളത് കുറച്ച് റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. മൂന്നാമതായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലാണ് അവോയ്ഡൻസ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ. അവോയ്ഡൻസ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലായിട്ടുള്ള ആൾക്ക് ഒട്ടും തന്നെ ഒരു ഇൻറ്റിമസി ഉണ്ടാവില്ല, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബോണ്ട് ബിൽഡ് ചെയ്യാനായിട്ടുള്ള താല്പര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇത്തരക്കാർ മറ്റൊരാളുമായിട്ട് അറ്റാച്ച്മെൻറ്റ് കീപ്പ് ചെയ്യാൻ ഒട്ടും താല്പര്യം കാണിക്കാത്തവരായിരിക്കും. ഇവർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെൽഫ് സഫിഷ്യൻസിയിലുള്ള ആ ഒരു അപ്രോച്ചിനോടാണ് അവർക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാവുക. മറ്റുള്ളവരുമായിട്ടുള്ളൊരു ഇൻറ്റിമസി അല്ലെന്നുണ്ടെങ്കിൽ ഒരു ക്ലോസ്നെസ്സിലേക്ക് പോകുമ്പോൾ എപ്പോഴും ഈ ആൾ ഒരു ഡിസ്കംഫേർട്ട് ഫീലാണ് ഉണ്ടാവാറ്.
ഇവർക്ക് എപ്പോഴും ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആയിട്ടാണ് കണ്ടുവരാറ്. ഒരു റിലേഷൻഷിപ്പിനകത്ത് അവരെപ്പോഴും ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആയിട്ടാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അവരുടെ വൾണറബിലിറ്റീനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെപ്പോഴും അവരുടെ ഇമോഷൻസിനെ സപ്രസ് ചെയ്ത് വെക്കാനുള്ളൊരു ടെൻഡൻസി ഇവർക്ക് ഉണ്ടാവാറുണ്ട്. അവോയ്ഡൻ്റ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുള്ള ആൾ എപ്പോഴും ഇൻഡിപെൻഡൻറ്റ് ലൈഫിനാണ് പ്രിഫർ ചെയ്യുന്നത്. ഇൻഡിപെൻഡൻ്റ് ആയിട്ടിരിക്കുമ്പോഴാണ് അവരെപ്പോഴും കംഫർട്ട് ആവുന്നതും ആ ഒരു സെപ്പറേറ്റഡ് ആയിട്ടുള്ളൊരു പാർട്ട്ണർഷിപ്പിൽ അവരെപ്പോഴും കംഫർട്ടബിൾ ആയിരിക്കും. സെൽഫ് ആയിട്ടാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉണ്ടാവുക. നാലാമതായിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലാണ് ഡിസോർഗനൈസ്ഡ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ എന്ന് പറയുന്നത്. വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു അൺസ്റ്റേബിൾ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നവരായിരിക്കും ഡിസോർഗനൈസ്ഡ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുള്ളവർ. അതായത് ബോത്ത് ആങ്ഷ്യസ് അറ്റാച്ച്മെൻറ്റും അവോയ്ഡൻ്റ് അറ്റാച്ച്മെൻറ്റ് എന്നുള്ള അപ്രോച്ചുകളാണ് മെയിനായിട്ട് ഡിസോർഗനൈസ്ഡ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിനകത്ത് ഉണ്ടാകുന്നത്. അതായത് ഇവരെപ്പോഴും എക്സിബിറ്റ് ചെയ്യുന്നത് ഒരു മിക്സ്ചർ ഓഫ് ആങ്സൈറ്റിയും, അതായത് ഒരു റിലേഷൻഷിപ്പിനകത്ത് അവരെപ്പോഴും ആങ്ഷ്യസ് ആണ്, അറ്റ് ദ സെയിം ടൈം അവർ അവോയ്ഡ് ചെയ്യുന്ന രീതിക്കുള്ള ഒരു ബിഹേവിയറാണ് എപ്പോഴും കാണിച്ചിട്ട് വരാറുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരക്കാർ എങ്ങനെ ബിഹേവ് ചെയ്യും എന്നുള്ളതിനെ പറ്റിയിട്ട് വളരെ അൺപ്രഡിക്റ്റബിളാണ്. ഡിസോർഗനൈസ്ഡ് ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുള്ള ഒരാൾ എന്നുള്ള രീതിക്ക് അവരുടെ ഇന്നർ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് അവരുടെ ഇൻറ്റിമസിനെയും അറ്റ് ദ സെയിം ടൈം അബൻഡൻമെൻറ്റിനെയും ഈക്വലി അവർ ഫിയർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് മറ്റൊരാളെ ട്രസ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഭയങ്കരമായിട്ട് കണ്ടുവരാറുണ്ട് ഇത്തരക്കാരിൽ. അതായത് ഇവർ അവരുടെ പാർട്ട്നേഴ്സിനെ മുഴുവനായിട്ട് അവോയ്ഡ് ചെയ്തിട്ട് അവരെ മാറ്റി നിർത്തുകയും ചെയ്യും. അറ്റ് ദ സെയിം ടൈം ഈ മാറ്റി നിർത്തുന്ന സമയത്ത് അവരെ ഒറ്റക്കാക്കിയിട്ട് പോവോ അവരെ വിട്ടു പോവോ എന്നുള്ളൊരു ഭയം കൊണ്ട് അവരെ കൂട്ടിച്ചേർത്ത് പിടിക്കാനുള്ള ടെൻഡൻസിയും, അങ്ങനെ ഒരു രണ്ട് രീതിക്കുള്ള അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ബിഹേവിയറാണ് പലപ്പോഴും ഇത്തരക്കാരുടെ ഇടയിൽ കണ്ടുവരാറുള്ളത്. സോ ഇങ്ങനെ 4 അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽസ് ആണ് ഉള്ളത്. അപ്പോൾ നമ്മൾ സെൽഫായിട്ട് അവെയർ ആവുക, അതായത് ഏത് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലാണ് നമുക്കുള്ളത്, അതുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് നമ്മൾ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ മനസ്സിലാക്കുക. അതിന് വേണ്ട തെറാപ്യൂട്ടിക് ഇൻ്റർവെൻഷൻസ് എന്താണ്, സെൽഫ് റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് എന്തൊക്കെയാണ് എടുക്കേണ്ടത്, ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. എനിവേ, താങ്ക് യു.